പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്ന ഒരു വേദഭാഗം 136 സങ്കീർത്തനങ്ങൾ, അതിന്റെ 3-4 വചനങ്ങൾ. കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സാം 136 verse 3 and 4. Give thanks to the Lord of Lords. His love endures forever. To him who alone does great wonders, his love endures forever. Amen. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. Praise the Lord. നമ്മുടെ ദൈവം മഹാനായ ദൈവമാണ്, മഹാദൈവമാണ്. എന്നാൽ ഏകനായി, മറ്റാരുടെയും സഹായം കൂടാതെ, മറ്റാരുടെയും സപ്പോർട്ട് ഇല്ലാതെ മഹാത്ഭുതങ്ങളെ, ഭയങ്കര കാര്യങ്ങളെ തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ആ ദൈവത്തിന്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല, ആ കർത്താവിന്റെ ചെവികൾ മന്ദമായിട്ടില്ല. എന്നും തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന, തന്നോട് യാചിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ താഴ്ന്ന വായിക്കുന്നു, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവം തന്റെ ജ്ഞാനത്താൽ ആകാശത്തെ ഉണ്ടാക്കി. ആമേൻ. ഭൂമിയെ വെള്ളത്തിന്റെ മേൽ വിരിച്ചു. സ്തോത്രം. അത്രയും ആമേൻ മഹാനായ ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്. അതിനെക്കുറിച്ച് തന്നെ യെശയ്യാ പ്രവാചകൻ തന്റെ പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം അതിന്റെ 24 വചനം. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായി ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. Praise the Lord. Isaiah chapter 44 verse 24. This is what the Lord says, your Redeemer who formed you in the womb. I am the Lord, the maker of all things, who stretches out the heavens, who spreads out the earth by myself. Hallelujah. ഞാൻ തന്നെ ഈ ആകാശത്തെ ഉണ്ടാക്കി, ഞാൻ തന്നെ ഭൂമിയെ വിരിച്ചിരിക്കുന്നു. ആർ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ചിന്തിക്കുന്ന കാര്യമാണ്, ആരും എന്നോട് കൂടെ ഇല്ല, എന്നെ സഹായിപ്പാൻ, എന്നെ ഒന്ന് കൈത്താങ്ങുവാൻ, എന്നോട് ഒരു ആശ്വാസ വാക്കുകൾ പറയുവാൻ എനിക്ക് ആരുമില്ല എന്ന് തോന്നുന്ന പല സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന, ഏകയായി പോകുന്ന പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം വിശ്വസിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്ന ഒന്നാമത്, നാം തന്നെ ഒരു അത്ഭുതമാണ്. നമ്മെ വീണ്ടെടുത്ത ഒരു കർത്താവ്. സ്തോത്രം. എപ്പോഴാ നമ്മെ വീണ്ടെടുത്തത്? അതേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 22 വചനത്തിൽ നാം വായിക്കുന്നു, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു കളയുന്നു. എങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പലപ്പോഴും ആമേൻ സ്തോത്രം, ആർക്കും ആമേൻ നമ്മോട് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ആമേൻ മറക്കുവാൻ കഴിയാത്ത അവസ്ഥ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ ലംഘനങ്ങളെ, നമ്മുടെ പാപങ്ങളെയും കാർമുകിലിനെ പോലെ മേഘം എങ്ങനെ മാഞ്ഞു പോകുന്നുവോ അതുപോലെ കർത്താവ് മായ്ച്ചു കളയുന്നു. സ്തോത്ര. നിത്യസ്നേഹം കൊണ്ട് കർത്താവ് നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ഈ നാളുകളിൽ ആമേൻ സ്തോത്രം, ഞാനൊരു പാപിയാണ്, ഞാൻ കുറവുള്ളവളാണ്, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം അകന്നു നിൽക്കാതെ, ആമേൻ ഇവിടെ നാം വായിക്കുന്നു, അവൻ എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ദൈവസന്നിധിയിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക. ആമേൻ. കർത്താവ് നമ്മെ വീണ്ടെടുക്കുന്ന ദൈവമാണ്. തന്റെ
രക്തം നൽകി. ക്രൂശിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്റെ രക്തം നൽകി. എന്തിനു വേണ്ടിയാണ്? ആ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുവാനാണ്, കഴികൾ പ്രാപിക്കുവാനാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ യേശു ക്രിസ്തു വിശ്വസിക്കാം, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാം. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാം തന്നെ ഒരു അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് തന്നെ ഒരു അത്ഭുതമാണ്. ദൈവം നമ്മെ നിർമ്മിച്ചത് കൊണ്ടാണ് നമ്മുടെ ഓരോ അവയവങ്ങളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടാണ് നാം ഒരു അത്ഭുതകരമായി പുറത്തു വന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഒരു അത്ഭുതമാണ്. സ്തോത്രം. ആ ദൈവം ഇവിടെ പറയുന്നു, ഞാൻ സകലവും ഉണ്ടാക്കുന്നു, യഹോവയായി ഞാൻ സകലവും ഉണ്ടാക്കുന്നു. നമ്മെ സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ ഓരോ അവയവങ്ങളെ നമ്മെ ഗർഭത്തിൽ ചുമക്കുന്ന നമ്മുടെ അമ്മ പോലും നമ്മെ കാണാതിരിക്കുന്ന അനുഭവത്തിൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്ര, ആ ഗർഭപാത്രത്തിനകത്ത് വെച്ച് തന്നെ നമ്മെ ഇത്രയും അത്ഭുതകരമായി നമ്മെ സൃഷ്ടിച്ച കർത്താവ്, നമ്മെ കരുതിയ ദൈവം, നമുക്കൊരു ദോഷം തട്ടാതെ നമ്മെ പരിപാലിച്ച്, ആമേൻ, സ്തോത്രം, 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 ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഗർഭം മുതൽ ആമേൻ ജനനം വരെയും, ജനനം മുതൽ ആമേൻ ഓരോ സ്റ്റേജിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തിയ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് അരുളി ചെയ്യുന്നു, യഹോവയായി ഞാൻ സകലവും ഉണ്ടാക്കുന്നു. നമ്മെ നിർമ്മിച്ച കർത്താവ് സകലവും ഇന്നും ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശക്തിക്ക് അവൻ മാറ്റം വന്നിട്ടില്ല. അവൻ ഇവിടെ വീണ്ടും വായിക്കുന്നു, ഞാൻ തന്നെ ആകാശത്തിൽ, നാം ഇന്ന് കാണുന്ന ആകാശം, ഈ ഭൂമി, ഇതിനെ വിരിക്കുകയും പരത്തുകയും ചെയ്തത് നമ്മുടെ ദൈവമാണ്. അപ്പോൾ പ്രകൃതിയെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും നമ്മുടെ ദൈവം എത്ര അത്ഭുതവാനാണ്. ആമേൻ. ഇതൊക്കെ ചെയ്തപ്പോൾ ആർ എന്നോട് കൂടി ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഈ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. 25, 26, 27, 28 വചനങ്ങൾ നാം വീണ്ടും വായിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് നാം വായിക്കുവാനിടയായിത്തീരുന്നു. ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതായത് കള്ളപ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ, ഹല്ലേലൂയ, അതുപോലെ പ്രശ്നക്കാർ, ദൈവത്തെ കൂടാതെ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ സേവിച്ച് അങ്ങനെ നിൽക്കുന്ന സകലരെയും ദൈവം അവരുടെ ജ്ഞാനികളെ മടക്കി ജ്ഞാനത്തെ ഭോഷത്വമാക്കി, ഹല്ലേലൂയ, ഇതിനെ വ്യർത്ഥമാക്കുന്നു. ആമേൻ. മാത്രമല്ല, ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. സ്തോത്രം. ഈ നാളുകളെ ദൈവത്തിന്റെ യാക്കോബേ, നീ എൻ്റെ ദാസനെന്ന് 21 വചനത്തിൽ വായിക്കുന്നു. ഇസ്രായേലെ, നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. നമ്മെ മറന്നു കളയാതെ നമ്മെ ഇന്നുവരെയും ഓർക്കുന്ന ആ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ദാസിദാസന്മാരായി തന്നെ വീണ്ടും നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ, ആമേ, നമ്മുടെ ഓരോ വാക്കുകളും കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. നാം ഉച്ചരിക്കുന്ന ഓരോ വചനങ്ങളും ദൈവം കേൾക്കുന്നു. ആ വചനം നമ്മെ ജീവിപ്പിക്കുന്നതോടൊപ്പം ഇല്ലാത്തതിനെ ആ വചനം സൃഷ്ടിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം വായിക്കുന്ന വചനം വെറുതെ പോകത്തില്ല. ഇവിടെ വായിക്കുന്ന എന്റെ ദാസന്റെ വചനം നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മോട് ദൈവം അരുളി ചെയ്തിട്ടുള്ള ഓരോ വചനങ്ങൾ നിവർത്തിയാകും. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്നാൽ ദൈവത്തിന്റെ വചനത്തിനോ മാറ്റമില്ല, അത് ഒഴിഞ്ഞു പോകുകയില്ല. ആമേൻ. സ്തോത്രം. ദൈവം തന്റെ ദാസന്മാർക്ക് വചനം കൊടുത്തിരിക്കുന്നു. ആ വചനം നാം പ്രസ്താവിക്കുമ്പോൾ, ആ വചനം നാം സംസാരിക്കുമ്പോൾ, ആ വചനം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. എന്റെ ദൂതന്മാരുടെ ആലോചന ഞാൻ അനുഷ്ഠിക്കുന്നു. ദൈവിക ആലോചന പ്രകാരം നാം നമ്മെ തന്നെ ദൂതവാഹികളായി ദൈവകരങ്ങൾ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ ആലോചന, ആമേൻ, സ്തോത്രം, അംഗീകരിക്കും. ദൈവത്തെ കൂടാതെയുള്ള ആലോചനയല്ല, ദൈവഹിത പ്രകാരം നമ്മുടെ ആലോചനകൾ ദൈവം പ്രസാദിക്കും. സ്തോത്രം. ഹല്ലേലൂയ. യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടുമെന്നും ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. പ്രൈസ് ദി ലോർഡ്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിന്റെ ഓരോ പ്രവൃത്തികളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്. നിവാസികൾ ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് നിവാസികൾ ഉണ്ടാകുമെന്ന് ദൈവം കൽപ്പിച്ചാൽ അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പണിയപ്പെടാതിരിക്കുന്ന നഗരങ്ങൾ പണിയപ്പെടുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. ആമേൻ. ഇടിവുകൾ നന്നാക്കാതിരിക്കുന്ന അനുഭവങ്ങൾ ഇടിവുകൾ നന്നാക്കി
ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അതായത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഏതെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആത്മീക ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഏതെങ്കിലും യാഗപീഠങ്ങളിലുള്ള കല്ലുകൾ ഇടിഞ്ഞു പോയിട്ടുണ്ടോ, ഫ്രീസലോ ആമേൻ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ, ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് അതിനെ ആമേൻ ക്രമീകരിക്കുവാൻ ഇടയായിത്തീരും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ, പ്രയാസങ്ങൾ ഇതുപോലെ നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. മാത്രമല്ല 27-ാം വചനത്തിൽ വായിക്കുന്നു, ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്നും കൽപ്പിക്കുന്നു. പ്രൈസലോ ആഴികൾ അല്ലെങ്കിൽ ആഴിയുടെ ഓളങ്ങൾ പലപ്പോഴും കടലിന്റെ ഓളങ്ങൾ, തിരമാലകൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്, നമ്മെ ഭ്രമിപ്പിക്കുന്നതാണ്. ആഴികൾ എന്ന് പറയുമ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് അവൻ അലകൾ പോലെ ആഞ്ഞടിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ. എന്നാൽ അവിടെ അവൻ കർത്താവ് പറയുന്ന ആഴിയോട് ഉണങ്ങിപ്പോക എന്ന് കൽപ്പിക്കുന്നു. പ്രൈസലോ നമുക്കറിയാം ഇസ്രായേൽ മക്കളെ ദൈവം വഴി നടത്തിയപ്പോൾ ചെങ്കടലിന്റെ കരയിൽ കൂടെ കടന്നു വന്നപ്പോൾ ദൈവം അവിടെ എന്ത് അത്ഭുതമാണ് ചെയ്തത്. അമ്മ രണ്ട് സൈഡ് വെള്ളം ചിറ പോലെ നിന്നു. ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. അപ്പോൾ അവർ നടക്കത്തക്കവണ്ണം ആ നിലത്തെ ദൈവം ഉണക്കി. ഹല്ലേലൂയ ഉണങ്ങിയ നിലമാക്കി. പ്രീസലോ യോർദാനിൽ ഇസ്രായേൽ മക്കൾ കടന്നു പോകുമ്പോൾ അതിനെയും ദൈവം ഉണങ്ങിയ നിലമാക്കി. പ്രീസലോ അങ്ങനെയാണെങ്കിൽ ആഴിയോട് ഉണങ്ങിപ്പോക എന്ന് കൽപ്പിക്കും. ഹല്ലേലൂയ മുക്കിക്കളയത്തക്ക രീതിയിൽ അമ്മേ സ്തോത്രം 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 താഴ്ത്തി കളയത്തക്ക രീതിയിൽ ഉയർന്നു പോകുന്ന ഏത് തിരമാലകളെയും ഉണങ്ങിപ്പോക എന്ന് ദൈവം കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നദികളെ വറ്റിച്ചു കളയും. പ്രീസലോ അമ്മേ കോരേശ്യന്റെ ഇടയൻ അവന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടുമെന്നും അവൻ മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. പ്രീസലോ ഹല്ലേലൂയ നാം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ദൈവഹിതമനുസരിച്ച് ചെയ്യുന്നവരാണ് എന്ന് ദൈവത്തിന് മനസ്സിലാക്കി കഴിയുമ്പോൾ, ദൈവത്തിന് ബോധ്യമാകുമ്പോൾ ആമേൻ പ്രൈസലോ നമ്മെ കൊണ്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ നിശ്ചയമായി കർത്താവ് ചെയ്തെടുക്കും. ഈ നാളുകളിൽ ഈ വചനപ്രകാരം നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ ആമേൻ ഞാൻ ഏകയായിപ്പോയി എന്ന് ഭാരപ്പെടരുത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ് ആകാശത്തിൽ ഭൂമിയിൽ പരത്തുകയും ചെയ്തപ്പോൾ ആരും ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നില്ല. ദൈവം തന്നെയാണ് അത് ചെയ്തത്. ആ ദൈവം മാത്രം മതി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സാധ്യങ്ങളെ സാധ്യമാക്കി നമ്മെ ജയത്തോടെ നടത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവ്, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന അങ്ങ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പകൽക്കാലം ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് കൽപ്പിക്കുന്നത് പോലെ സംഭവിക്കും. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവ് അവൻ ചില അത്ഭുത പ്രവർത്തികളെ കാണുവാൻ, അസാധാരണമായ ദൈവപ്രവൃത്തികളെ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഏവരെയും സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി ഞങ്ങളുടെ കരങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏതോന്നി പ്രാർത്ഥനകൾക്കിടും സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. May God bless you.